യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 143 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. സങ്കീർത്തനങ്ങൾ 91 മുതൽ 94 വരെ, 1 കൊരിന്ത്യർ 10 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഭക്ഷണം, വെള്ളം, ശില എന്നീ 3 വാക്കുകളുടെ അർത്ഥമുള്ള പദങ്ങൾക്ക് മുൻപിൽ കാണുന്ന സമാനമായ വാക്ക് ഏതൊക്കെ എന്ന് എഴുതുക എന്നുള്ളതായിരുന്നു ഉത്തരം ആത്മീക എന്നുള്ളതാണ്. അതായത് ആത്മീക ആഹാരം, ആത്മീക പാനീയം, ആത്മീക പാറ. 1 കൊരിന്ത്യർ 10:4 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കർത്താവിനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തല്ല? ഉത്തരം ഭൂമി, അതിന്റെ പൂർണ്ണത. 1 കൊരിന്ത്യർ 10:26 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: അഭയപർവ്വതം എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം ശരണശൈലം. സങ്കീർത്തനങ്ങൾ 94:22 വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വാക്യത്തിൽ 2 വാക്കുകൾ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, വാക്കുകൾ ഏതല്ല? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പ്രവാഹങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 93:3 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഒരു സംഗീത ഉപകരണത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം വായിക്കുമ്പോൾ പരാതിക്കാരൻ എന്നർത്ഥമുള്ള ഒരു വാക്ക് കാണാം, എന്നാൽ സംഗീത ഉപകരണം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം വാദിത്രം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 92:2 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ വാദി എന്നുള്ളത് പരാതിക്കാരൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം, അതുപോലെ ശരിയായിട്ടുള്ള റെഫറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 95 മുതൽ 98 വരെ, 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അതാണ് എല്ലാവരും വായിച്ച് പഠിച്ചു വെച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.